അച്ഛ കാര്യം എന്താന്ന് പറ. എന്താ പറ്റിയത്? അച്ഛ കണ്ണിൽ വല്ല പൊടിയും പോയതായിരിക്കും. കൈ മാറ്റ്. കൈയെടുക്ക് നോക്കട്ടെ. മാറ്റ്. മാറ്റിച്ച നിക്ക് നിക്ക് നിക്ക്. ഞാൻ നോക്കട്ടെ നോക്കട്ടെ. കണ്ണൊന്ന് പതുക്കെ തുറക്ക്. നോക്കട്ടെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ എടാ മോനെ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലടാ. എനിക്കൊരു സാധനവും കാണാൻ പറ്റുന്നില്ലടാ. അച്ഛൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ ഞാൻ മലയാളത്തിലല്ലടാ പറയുന്നേ. പോയടാ, പോയി എന്റെ കാഴ്ച പോയടാ. ഇപ്പൊ നീ എന്റെ അടുത്ത് തന്നെയില്ലേ, പക്ഷെ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലടാ. അച്ഛൻ വെറുതെ എന്നെ പറ്റിക്കാൻ പറയുന്നതല്ലേ? ഞാൻ എന്തിനാടാ കള്ളം പറയുന്നേ? ചുറ്റും ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ. മുരളി, പുറ്റിലേക്ക് നോക്കിയാണ് എന്റെ കാഴ്ച പോയതെന്ന് ആരെങ്കിലും അറിഞ്ഞാ എന്റെ ഇമേജ് അതോടെ ഇല്ലാതാകൂടാ. എന്താ അച്ഛ ഇത്? എന്നെ കാണാൻ വേണ്ടി സന്ധ്യയുടെ വീട്ടുകാർ വരുന്ന സമയത്താണോ ഇങ്ങനെ കണ്ണുപൊട്ടനായിട്ട് മാറുന്നത്? എടാ ഞാൻ അറിഞ്ഞോണ്ട് കണ്ണുപൊട്ടനായതാണോടാ? കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോ തന്നെ ശരിയായിക്കോളും. അതുവരെ അച്ഛൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പോണേ? എടാ എന്റെ പൊന്നു മോനല്ലടാ നീ. അച്ഛനെ ശ്രദ്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോടാ. ശരി, ഞാൻ അകത്തേക്ക് കൊണ്ടുപോവാം. അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ എന്നെ നോക്കാതെ വേറെ എവിടെയൊന്നൊക്കെ സംസാരിക്കും പോലെ ഇപ്പോ. നമുക്കൊരു കാര്യം ചെയ്യാം. എവിടെ നിന്നാണോ ശബ്ദം വരുന്നേ ആ ഭാഗത്തേക്ക് നോക്കി സംസാരിച്ചാൽ മതി. അപ്പൊ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊരു നല്ല ഐഡിയ. നിക്ക്, ഒരു സേഫ് സൈഡ് ആയിട്ട് ഇത് കണ്ണിൽ വെച്ചോ. എന്താ ഇത്? ഇതിന്റെ സ്പെക്സ് ആണച്ചാ. എടാ വെളിയിലൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കാടാ, പക്ഷെ അകത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് നടന്ന അത് കുറച്ച് ഓവർ ആവില്ലടാ. ഒന്ന് വാ അച്ഛാ, അതൊക്കെ നമുക്ക് പിന്നീട് ശരിയാക്കാം. ഒന്ന് വാ. കയ്യെന്ന് പറ. ഒരു മിനിറ്റ് നിൽക്ക്, ഞാനൊരു ഐഡിയ പറയാം. ഇവിടുന്ന് 100 മീറ്റർ അപ്പുറയാണ് കൊട്ടാരം ഇരിക്കുന്നത്. 95 മീറ്റർ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കാർ പോർച്ചിലെത്തും. അവിടെ 3, 4, 5, 6 പടിയില്ലേ? 6 പടി കയറിയാൽ വീട്ടിനകത്തെത്തും. കറക്റ്റ് അല്ലേടാ? കറക്റ്റ് ആണച്ചാ. വാടാ, ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. അച്ഛൻ ഞാൻ കൊണ്ടുപോവച്ചാ. ഒന്ന് പോയടാ മന്നിപ്പേ. ആവശ്യമില്ലാതെ എന്റെ കാര്യങ്ങൾ ഇടപെട്ടാ ഇങ്ങനെ ഇരിക്കാം. നന്ദിനിക്ക് കാലേക്കർ ഇരിക്കുന്നിടം പറഞ്ഞു കൊടുത്താ അവൾ എന്നെ കൊന്നിട്ടത് കൈക്കലാക്കും. പറഞ്ഞില്ലെങ്കിൽ ഈ പുറ്റിനകത്തായിരിക്കും ശിഷ്ടകാലം. എന്നാലും എത്ര കാലം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഞാനിവിടുന്ന് പറയുന്ന ഒന്നും പുറത്തു വരുന്നവരെ കേൾക്കുന്നില്ലല്ലോ. എന്തിലെങ്കിലും എഴുതി പുറത്തേക്ക് എറിഞ്ഞാ ഞാൻ ഇതിനകത്ത് കിടക്കുന്ന കാര്യം പുറത്തുള്ളവർ മനസ്സിലാക്കിയാലോ? അത് തന്നെ ചെയ്യാം. എങ്ങനെയാ ഇപ്പൊ ഒന്ന് എഴുതുക? എന്തിലാ എഴുതുക? തന്നെയാണ് നന്ദിനി. അവൾ എന്നെ ഈ പുറ്റിനകത്ത് അടച്ചിട്ടിരിക്കുക. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ഇതുവരെ പല സാധനങ്ങളും ഞാൻ അയച്ചിട്ടുണ്ട്. വന്ന അവസാനം എന്റെ ഗതി ഇതായി പോയല്ലോ. ഇതാരുടെയെങ്കിലും കണ്ണിപ്പെട്ട് എന്നെ ഒന്ന് രക്ഷിച്ചാൽ മതിയായിരുന്നു. അയ്യോ, ആവശ്യത്തിനൊന്നും ഉപകാരപ്പെടില്ല. എന്റെ ദൈവമേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയി കിട്ടണേ.
ഒരു പാമ്പാണെന്നല്ല അച്ഛനെന്ന് പറഞ്ഞേ. ഞാൻ നിന്നോട് പറഞ്ഞ സമയത്ത് ആ അവസ്ഥയിലായിരുന്നു. എന്നാ ഈ കാർത്തിക പൗർണമി കഴിഞ്ഞതോടെ അവള് പെണ്ണായി മാറിയിരിക്കുക. അച്ഛനിപ്പോ നേരിടുന്ന പ്രശ്നങ്ങളാ അച്ഛനെ കൊണ്ട് ഈ രീതിയിലൊക്കെ ചിന്തിപ്പിക്കുന്നത്. അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ശരിക്കും വിഷമിക്കാ വേണ്ടത്. എന്നാ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എനിക്ക് ചിരിക്കാനാ തോന്നുന്നത്. പാമ്പായിരുന്നു, പിന്നെ പെണ്ണായി മാറിയത്രേ. പകൽ സമയത്ത് എന്തിനാ കഥ കടയ്ക്കുന്നേ? എന്റെ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു ഗംഗെ. അത് ആരോടും പറയാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സീതയുടെ ആ വിഷയത്തിന് ശേഷം ഞാൻ നിന്നോട് ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല. അതാ ആ കാര്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഥ കടച്ചത്. അത്രയ്ക്ക് വലിയ രഹസ്യം എന്താ പറയാനുള്ളത്? ആടിനെ പട്ടിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു കാര്യമാ. നീ അത് കേട്ടാ ഇവിടെ കിടന്ന് ചിരിച്ചു മരിക്കും. തെനാലിരാമന്റെ കഥയാണോ? ആ, പാർവതിപുരത്തിന്റെ കഥ. ഈ കഥയിലെ കഥാനായിക വേറെ ആരുമല്ല, നിന്റെ നന്ദിനി തന്നെ. നീ നാഗമ്മ എന്നുള്ള പേരിൽ നന്ദിനിയല്ലേ പൂജ ചെയ്യാറ്? നന്ദിനി നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നന്ദിനിയുടെ രൂപം എന്താണെന്ന് അറിയും നിനക്ക്? നിന്റെ ഭക്തി കാരണം നീ ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിന്നെ അന്വേഷിച്ച് ഞാൻ പാർവതിപുരത്ത് വന്നപ്പോൾ ഞാനത് ശരിക്കും കണ്ടു. ആ നന്ദിനി പാമ്പിന് ഭയങ്കര നീളവും വണ്ണവും ഒക്കെ ഉണ്ടായിരുന്നു ഗംഗെ. ആര് കണ്ടാലും പേടിക്കുന്ന രീതിയിൽ ഭയങ്കര വലിപ്പമായിരുന്നു. എന്നെ പറ്റി എന്നോട് തന്നെ പറയണോ? എന്നാ ആ നന്ദിനി ഇപ്പൊ ഏത് രൂപത്തിലാണെന്ന് അറിയാം നിനക്ക്? ഒരു പെണ്ണായി മാറിയിരിക്കാന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാ. നന്ദിനിയെ സാധാരണ പാമ്പല്ലത്രേ, ശക്തി നാഗമാണെന്ന്. അല്ലാതെ വേറെന്തോ പറഞ്ഞല്ലോ അച്ഛൻ. ആ, നീലകണ്ഠ ഋഷിപത്നിയായ അഞ്ജുമന ദേവിയുടെ അംശമാണത്രേ. പെണ്ണായി മാറിയ നന്ദിനി എന്തു ചെയ്യാനും വളരെ ശക്തിയുള്ളവളാണത്രേ. ഇങ്ങനെയൊക്കെയാണ് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. നിന്റെ അച്ഛൻ പറഞ്ഞത് സത്യമാണ്. നീ അത് വിശ്വസിക്കാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. എന്റെ അച്ഛൻ നല്ലൊരു ബിസിനസ് മാൻ ആണെന്ന് എനിക്കറിയാം. എന്നാ ഇത്ര വലിയൊരു അന്ധവിശ്വാസിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പാമ്പിന്റെ അച്ഛന് പണ്ടേ പേടിയാണെന്ന് എനിക്കറിയാം. പാമ്പ് പെണ്ണായി മാറിയെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തുമാത്രം കലാവാസന വേണം. ഏതെങ്കിലും ഫിലിം ഡയറക്ടർ ഈ വിഷയത്തെ പറ്റി കേൾക്കാനിടയായാൽ ഈ കോൺസെപ്റ്റ് വെച്ച് അയാൾ പടം എടുത്ത് കളയും. ഇതൊക്കെ നിനക്കൊരു തമാശയാണല്ലേ? നീ കാര്യങ്ങൾ വൈകാതെ അറിയും. ആണിന് പെണ്ണായി മാറാൻ കഴിയും, പെണ്ണിന് ആണായും മാറാം. ഡാർവിന്റെ തിയറി അനുസരിച്ച് കുരങ്ങാണ് മനുഷ്യനായി മാറിയത്. പക്ഷെ പാമ്പിന് എങ്ങനെ ഒരു പെണ്ണായി മാറാൻ പറ്റും? എന്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കുമെന്ന് കരുതി മുത്തശ്ശിമാര് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയാ. നന്ദിനിയുടെ കാര്യങ്ങളൊക്കെ കഥയായിട്ടാണോ തോന്നുന്നത്? അച്ഛൻ ഈ പറയുന്നതിലൊക്കെ എന്ത് ലോജിക്കാ ഉള്ളത് ഗംഗെ? പലപ്പോഴും യാഥാർത്ഥ്യം കഥകളേക്കാൾ വിചിത്രമായിരിക്കും. അറിയോ നിങ്ങൾക്ക്? ഗംഗെ, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ വിശ്വസിച്ചോ? നാഗശക്തിയെ പറ്റി പറയുന്ന ഒന്നും തന്നെ നുണയായിരിക്കില്ല. കാരണം നാഗശക്തി മറ്റേത് ശക്തിയെക്കാളും ഉഗ്രശക്തിയാണ്. എന്തൊക്കെയാ നീ പറയുന്നത്? നവരാത്രി ആഘോഷം കണ്ടിട്ടില്ലേ നീ? അതില് പാമ്പിന്റെ ബൊമ്മയെ എത്രാമത്തെ പടിയില വെക്കുന്നതെന്ന് നിനക്കറിയോ? നീ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പാമ്പിനെ 2ാമത്തെ പടിയില വെക്കാറ്. എന്നാ മനുഷ്യരാവട്ടെ അതിനേക്കാളും 2 പടി മുകളിലാണ് വെക്കുന്നത്. പാമ്പ് മനുഷ്യരെക്കാൾ താഴെയാണെന്ന് ആ ഒരു കാര്യത്തിൽ തന്നെ മനസ്സിലാവില്ല. പക്ഷെ നീ അച്ഛൻ പറയുന്നൊക്കെ വിശ്വസിക്കണം. പാമ്പ് പെണ്ണായി മാറാണെന്ന് ഒരു ചാൻസും ഇല്ല. ഇതൊക്കെ ആരെങ്കിലും കേട്ടാ പറഞ്ഞു ചിരിക്കുകയുള്ളൂ. ചിരിക്കല്ലേ? നാഗം സ്ത്രീരൂപം ധരിക്കുന്നത് വെറും ഒരു കെട്ടുകഥയാണെന്ന് കരുതണ്ട. അത് പ്രപഞ്ച സത്യമാണ്. നാഗങ്ങൾക്കുള്ള അതീത ശക്തിയെക്കുറിച്ച് ഒന്നും അറിയാതെ കളിയാക്കി സംസാരിക്കുന്നോ? നിങ്ങളുടെ കൺമുൻപിൽ അത് സംഭവിച്ചാൽ വിശ്വസിക്കോ?
നിങ്ങളുടെ കൺമുൻപിൽ വെച്ചത് തെളിയിക്കേണ്ട കാര്യമൊന്നും നാഗശക്തിക്കില്ല. എന്നാൽ നാഗങ്ങൾക്ക് മനുഷ്യരാകാൻ കഴിയുന്നുള്ളതിന് 1000 തെളിവുകളുണ്ട്. ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ യോഗകലയിൽ വിശ്വസിക്കുന്നില്ലേ? ആ യോഗകല തുടങ്ങി വെച്ച പതഞ്ജലി മഹാമുനിയുടെ പാതി ശരീരം മാത്രമാണ് മനുഷ്യന്റേത്. ബാക്കി നാഗത്തിൻ്റെതാണെന്ന് അറിയോ നിങ്ങൾക്ക്? രാഹു ചോദിക്കാതെ തന്നെ നൽകുമെന്നും കേതു ചോദിക്കാതെ തന്നെ എടുക്കുമെന്നും മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടില്ലേ? രാഹുവും കേതുവും മനുഷ്യരുടെ തലയും നാഗങ്ങളുടെ ശരീരവും ഉള്ളവരാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. കണ്ണിൽ കണ്ടാൽ മാത്രം വിശ്വസിക്കാൻ ഇത് മനുഷ്യരുടെ കാര്യമല്ല, ദൈവീക അത്ഭുതമാണ്. ദൈവീകം ഒരിക്കലും പരീക്ഷിക്കാനുള്ളതല്ല, അത് വിശ്വസിച്ചേ മതിയാകൂ. നാഗശക്തിക്ക് എന്തു വേണമെങ്കിലും സാധിക്കും. നാഗശക്തിയെ വെറുതെ ഇങ്ങനെ സംശയിക്കാൻ നിൽക്കണ്ട. ഗംഗേ, നീ എന്തിനാ അതിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. നീ ഇത് ഇത്ര സീരിയസ് ആക്കി എടുക്കുന്ന ഞാൻ കരുതിയില്ലേ ഗംഗേ? കാലങ്ങളായി ഭക്തിയോടെ നാഗമ്മയെ പൂജിക്കുന്ന നിനക്ക് പാമ്പുകളെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരിക തന്നെ ചെയ്യും. നിന്റെ നാഗമ്മ ഭക്തിയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ പറയരുതായിരുന്നു. തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. നിന്നോട് എല്ലാം തുറന്നു പറയണമെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ നിന്നോട് മാപ്പ് ചോദിക്കുക. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഗംഗ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വീണ്ടും എന്നോട് പഴയതുപോലെ മിണ്ടാതിരിക്കാന്ന് തീരുമാനിച്ച് കളയല്ലേ ഗംഗ. പ്ലീസ്. നിന്റെ പണക്ക് മാറിയില്ല. ശരി, 1 2 3. എന്നോട് ക്ഷമിച്ചതൊന്ന് പറയൂ ഗംഗ. പ്ലീസ് ഗംഗ. അതൊക്കെ പോട്ടെ. അച്ഛൻ നന്ദിനെ പറ്റി വേറെന്തൊക്കെ പറഞ്ഞു? നിനക്ക് വേറെന്തെങ്കിലും അറിയോ? ഇല്ല, അച്ഛൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി വെക്കാലോ. അച്ഛൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ. അധികം വൈകാതെ എല്ലാം പറയും. എന്താ പറഞ്ഞേ? കഥക്ക് തുറക്കാൻ പറഞ്ഞതാ. ഇപ്പൊ തുറക്കാം. നിന്റെ അച്ഛന് ജീവനിൽ പേടിയുള്ളതുകൊണ്ടാ ഞാൻ സ്ത്രീ രൂപമെടുത്ത കാര്യം പറഞ്ഞത്. ഇനി കാലചക്രം മോഷ്ടിച്ചതും പറയും. നാഗവംശത്തെ ദ്രോഹിച്ചതും കാട്ടമ്മയോട് ചെയ്ത അനീതിയും അധികം വൈകാതെ ഞാൻ പറയിപ്പിക്കും. എന്റെ ഈശ്വര, നന്ദിനിയാണ് ഗംഗയുടെ രൂപത്തിലുള്ളതെന്നും അവൾ എന്നെ ഇതിനകത്ത് അടച്ചിട്ടിരിക്കുകയാണെന്നും ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയെങ്കിലും ഇതൊന്ന് പുറത്തെത്തിച്ചു തരണം ഈശ്വര. ഇതിങ്ങോട്ട് എറിഞ്ഞത്? അയ്യോ മോനെ, അതുമേലെ ഏലസൊക്കെ കെട്ടിയിട്ടുണ്ട്. ആരാണ്ട് കൂടോത്രം ചെയ്ത് എറിഞ്ഞതാന്നാ തോന്നുന്നേ. അതൊന്നും എടുക്കണ്ട മോനെ. വീട്ടിനുള്ളിലേക്ക് ഇങ്ങനെ ഓരോന്നും വന്നാ നമ്മൾ അതെടുത്ത് കളയല്ലേ വേണ്ടത്? ഞാൻ പറയുന്നത് അനുസരിക്കും മോനെ, അതൊന്നും എടുക്കണ്ട. ആന്റി, ആന്റി ഒന്നും മിണ്ടാതെ. എന്താ ഇവിടെ പ്രശ്നം? ഏട്ടാ, ആരോ കൂടോത്രം ചെയ്ത് ഇങ്ങോട്ട് എറിഞ്ഞിരിക്കുന്നതാ. ഞാനത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും അരുൺ മോൻ ഇത് എടുക്കണമെന്ന് നിർബന്ധം പിടിച്ച് നിൽക്കുക. ഇത് ആരായിരിക്കും ഇവിടെ ഇട്ടത്? അറിയില്ല മഞ്ജു, കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. ആന്റി ആവശ്യമില്ലാതെ വെറുതെ പേടിക്കുന്ന അച്ഛാ. ദേവി പറഞ്ഞതിലും കാര്യമുണ്ടടാ. ഇത് മന്ത്രിച്ചിട്ടതാണെന്നാ തോന്നുന്നേ. ഇതൊക്കെ ഞാൻ നോക്കിയോളാം, നീ പോ മോനെ. എന്താ അച്ഛാ, അച്ഛനും ആന്റിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. നിനക്കിതിൽ വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. അച്ഛൻ പറയുന്നതനുസരിക്ക് ചെല്ലു മോനെ. ഒരു ഏലസ് കണ്ടിങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല അച്ഛാ. ശരി, എന്തെങ്കിലും ചെയ്യ്. ഇത് ഭൈരവിയോട് എടുക്കാൻ പറയാം. അവൾക്കാകുമ്പോ ഒന്നും സംഭവിക്കില്ല. ഗംഗേ, എന്താ എന്താ എല്ലാരും ഇവിടെ ഇങ്ങനെ? ആരോ ഇത് മന്ത്രിച്ചു കൊണ്ടുവന്നിട്ടിരിക്കുക. അതുകൊണ്ട് പേടിച്ച് നിൽക്കുക ഞങ്ങള്. ഗംഗ തന്നെയാണ് നന്ദിനി. എന്നെ പുറ്റിനകത്ത് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. രക്ഷിക്കണം.
പുറ്റിനുള്ളിൽ നിന്ന് പുറത്തു വരാനുള്ള കിച്ചുവിന്റെ സൂത്രമാണിത്. ഞാൻ എഴുതിയതൊക്കെ കണ്ട ആരെങ്കിലും വന്നാൽ മതിയായിരുന്നു. നിങ്ങൾ കരുതുന്നത് നേരാണ്. ഇതാരോ കൂടോത്രം ചെയ്തിട്ട് പോയതാ. അയ്യോ മോളെ, പിന്നെ നീ എന്തിനാ അത് കയ്യിലെടുക്കുന്നേ? അത് താഴെ ഇട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പുറ്റിന് പൂജ ചെയ്യുന്നവളാ. എനിക്കൊന്നും സംഭവിക്കില്ല. ഇത് പുറ്റിനകത്തേക്കിട്ട എത്ര വലിയ മന്ത്രശക്തിയാണെങ്കിലും ഭസ്മമായിക്കോളും. ഭസ്മാവോ? തീർച്ചയായും ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കും. എന്റെ ഈശ്വര, അച്ഛ കൈന്നിടല്ലേ, കൈന്നിടല്ലേ. എന്നാലും അതെങ്ങനെയാ പുറ്റിലേക്ക് ഇട്ടാവും? സംഭവിക്കില്ല. ഇത് പുറ്റിനകത്തേക്കിട്ട എത്ര വലിയ മന്ത്രശക്തിയാണെങ്കിലും ഭസ്മമായിക്കോളും. ഭസ്മാവോ? തീർച്ചയായും ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കും. എന്റെ ഈശ്വര, അച്ഛ കൈന്നിടല്ലേ, കൈന്നിടല്ലേ. എന്നാലും അതെങ്ങനെയാ പുറ്റിലേക്ക് ഇട്ടാവും? ഏയ്, എടി മഹാഭാവി, നീ ഇതും കണ്ടുപിടിച്ചെടുത്തല്ലേ? അത്ര എളുപ്പത്തിൽ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. ഏയ്. അച്ഛാ, എന്നോട് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഗംഗയെ കൊണ്ടെന്തിനെ അടുപ്പിച്ചേ? അവൾക്ക് ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അവൾക്കൊന്നും സംഭവിക്കില്ല മോനെ. അവളുടെ കയ്യില് തൃശൂല രേഖയുണ്ട്. ഗംഗയുടെ കയ്യിലുള്ള ശൂലരേഖയുടെ ഓർമ്മയിലാണ് രാജശേഖരൻ സംസാരിക്കുന്നത്. ആരെങ്കിലും കൈ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടുപോകുമല്ലോ. തൃശ്ശൂലരേഖ ഉള്ളവളാണ് എൻ്റെ മരുമോളെന്ന് അളിയൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. ആ തൃശ്ശൂലരേഖ എനിക്കൊന്ന് കാണണം. ഞാനും കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഗംഗെ, നിന്റെ കൈയൊന്ന് കാണിച്ചേ. കണ്ണു കാണുന്ന അവസ്ഥയിൽ അച്ഛൻ എങ്ങനെയാ തൃശ്ശൂല രേഖ കാണുന്നത്? കാണുന്ന പോലെ ഞാൻ അഭിനയിച്ചോളാടാ. അച്ഛൻ ഓവറാക്കി കൊളവാക്കും. അവളുടെ കയ്യിൽ തൃശൂല രേഖയുണ്ടെന്ന് ഞാൻ പറഞ്ഞും പോയല്ലോ. ഇനി കൈ നോക്കിയ ഭൈരവി അകപ്പെടും. മോളുടെ കയ്യിലുള്ള രേഖ ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. കൈ ഇങ്ങോട്ട് നീട്ട്. വാ, നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഏട്ടൻ പറഞ്ഞത് ശരിയാണല്ലോ. അതിന് കയ്യിൽ ഈ രേഖ ഉണ്ടെങ്കിൽ ഒരു അബദ്ധം വരില്ലെന്നാ പറയുന്നത്. അതെ അതെ, ഇത്രയും വലിയ രേഖ കയ്യിലുണ്ടായിരുന്നു. അമ്മോ, എന്തൊരു വലുപ്പായി തൃശ്ശൂലത്തിന്. ആദ്യം രക്ഷപ്പെട്ടു. കണ്ടില്ലേ? ഭൈരവി ആള് തരക്കേടില്ലല്ലോ. നന്ദിനി, നിങ്ങളുടെ കണ്ണിൽ എന്തെങ്കിലും വെളിച്ചം കാണുന്നുണ്ടോ? വെളിച്ചം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. കുറച്ച് അടുത്തേക്ക് ഇരിക്കണേ. ഇങ്ങോട്ട് വെച്ചോളൂ. അനങ്ങല്ലേ? ഡോക്ടർ, എന്റെ കാഴ്ച തിരിച്ചു കിട്ടുമല്ലോ അല്ലേ?
എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് ചീഫ് ഡോക്ടർ പറഞ്ഞോളും സർ. എഴുന്നേൽക്കൂ, വരൂ, കണ്ണിൽ ഡ്രോപ്സ് ഒഴിക്കും. ആ പതുക്കെ അച്ഛാ. എന്നെ എന്ത് ചെയ്യാൻ കൊണ്ടുപോടാ? ഇങ്ങോട്ടിരുന്നു. ആ, പതുക്കെ. ആ, മുകളിലേക്ക് നോക്കൂ. ഡോക്ടർ എന്റെ കാഴ്ചപ്പെടുത്തേക്ക് തിരിച്ചു കിട്ടും. അച്ഛാ ഒന്ന് സമാധാനിക്ക്. എന്തായി ഡോക്ടർ? റിപ്പോർട്ട് എല്ലാം പെർഫെക്റ്റ് ആണ്. ആ, യാതൊരു പ്രോബ്ലം കാണുന്നില്ല. അപ്പൊ പിന്നെ എന്താ ഡോക്ടർ എന്റെ അച്ഛന് കണ്ണ് കാണാൻ കഴിയാത്തെ? അത് തന്നെ എനിക്കും മനസ്സിലാകാത്തത്. എന്റെ സർവീസിൽ ഞാൻ ഇങ്ങനൊരു കേസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ഏതായാലും ഒരു ഡ്രോപ്സ് എഴുതി തരാം, നിങ്ങൾ അതൊന്ന് ഉപയോഗിച്ച് നോക്ക്. ഒരു 1 വീക്ക് കഴിഞ്ഞ് ഒന്നുകൂടെ വരൂ. മാറ്റമൊന്നും ഇല്ലെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാന്ന് ആലോചിക്കാം. ഡോക്ടർ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു തരണം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. സോറി ഡോക്ടർ. ഒരാഴ്ച കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചിട്ട് വരൂ. താങ്ക് യു ഡോക്ടർ. ഓക്കെ അച്ഛാ ഈ ഗ്ലാസ് വയ്ക്ക്. പോവാം. സിസ്റ്റർ, വേറെ ഏതെങ്കിലും പേഷ്യൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ.